അതായത് വിമാനത്തിൽ കയറണമെന്ന ഒരു കൂട്ടം ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആഗ്രഹം യാഥാർത്ഥ്യമായ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. അത് കോഴിക്കോട് ചേളന്നൂർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആകാശയാത്ര സ്വപ്നം കണ്ടത്. അധ്യാപിക സിനു ഗിരീഷ് മുന്നിട്ടിറങ്ങിയതോടെ ആ സ്വപ്നം സഫലമായി. ആ കാര്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബഡ്സ് സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥി ബാബുവാണ് വിമാനയാത്ര എന്ന സ്വപ്നത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. കൂട്ടുകാരും ഏറ്റുപിടിച്ചു. ആഗ്രഹം അധ്യാപികയായ സിനു ഗിരീഷിന്റെ ചെവിയിലുമെത്തി. ഞങ്ങളവിടെ ആദ്യം ഒരു മെമ്പർ ഉണ്ടായിരുന്നു, ഒരു ഹമീദ് മാഷായിരുന്നു. മാഷ് ഒരു ദിവസം അവിടെ സ്കൂളിൽ വന്നിട്ട് നമുക്കൊരു വിമാനയാത്ര പോകണ്ടേ, കൈകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചൊരു ഇങ്ങനെ പോലെ കാണിച്ച്. അപ്പോൾ അത് മക്കളെ മനസ്സിൽ ഇന്നും ഒരു ഇതിന് പോകണമെന്നുള്ള ഒരു ആശയം വന്ന് ബാബുവാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് ആ ബാബുവിൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ആ ഓർമ്മ എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നും അത് ഞങ്ങളോട് ചോദിക്കും, ടീച്ചറെ നമുക്ക് ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സ്മാർട്ട് ക്ലാസ്സും കൂടി അതിനെക്കൊണ്ട് അതിലോരോ പിക്ചർ കാണിക്കുന്ന സമയത്ത് ഈ വിമാനത്തിൻ്റെ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും നമുക്കിങ്ങനെ ഒരു പോകൂടെ എന്ന് ചോദിച്ചു. വിമാനയാത്രയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു സംശയം. അതിനും വഴി തെളിഞ്ഞു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്, പോയിക്കൂടെയെന്ന്. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് പറഞ്ഞ് അങ്ങനെ കുറേ ആൾക്കാരെ സമീപിച്ച്. പഞ്ചായത്തിൻ്റെ ഒരു ചെറിയൊരു ഫണ്ടും ഉണ്ട് ഞങ്ങൾക്ക്. ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ചിട്ടാണ് സ്കോളർഷിപ്പിൻ്റെ. ആ ഫണ്ടും വെച്ച് പിന്നെ ബാക്കി ഞങ്ങൾ സ്വരൂപിച്ച പൈസ. അങ്ങനെ ആ ദിവസം എത്തി. കരിപ്പൂരിൽ നിന്ന് ബംഗളൂരുവിലേക്കായിരുന്നു യാത്ര. സ്വപ്നം കണ്ട ആകാശയാത്ര സാധ്യമായതിൻ്റെ ത്രില്ലിൽ വിദ്യാർത്ഥികൾ. എന്നാൽ ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു വിമാനയാത്ര ഇങ്ങനെ ഒരു പ്ലാനിങ് എടുത്ത സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. കുട്ടികൾ എങ്ങനെയാണ് ഇതിനോട്, കുട്ടികൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഇന്ന് കാണുന്ന കുട്ടിയായിരിക്കില്ല നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക വെച്ചാൽ കുറേ വിമാനത്തിൽ കയറുന്നവരെ ടെൻഷനായിരുന്നു. പക്ഷേ നമ്മളെയും കാട്ടി ഹാപ്പിയാണ് മക്കൾ. ഓൾക്ക് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മുഖത്ത് ഇറങ്ങി വന്നപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷമായിരുന്നു. 11 വിദ്യാർത്ഥികളാണ് വിമാനയാത്ര നടത്തിയത്. രക്ഷിതാക്കളും അധ്യാപകരും കൂടെ കൂടി. ചേളന്നൂർ പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.